എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് 2.0 എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യദിന ക്വിസ് കോമ്പറ്റീഷൻ ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൽ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് അറിയിച്ചിരുന്നു. ആഗസ്റ്റ് 20 ഞായറാഴ്ച, അതായത് നാളെ ആയിരിക്കും ക്വിസ് മത്സരം ഉണ്ടാവുക. നാളെ രാത്രി കൃത്യം 7:30 മത്സര ലിങ്കിൻ്റെ വീഡിയോ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ചാനലിൽ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ ഒരു മത്സരത്തിൻ്റെ ഗൂഗിൾ ഫോം ലിങ്ക് ഉണ്ടാവും. അതിൽ കൂട്ടുകാർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽസൊക്കെ അതിൽ ടൈപ്പ് ചെയ്തിട്ട് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ ചാനലിൽ ഇന്ന് തന്നെ 2 ക്വിസ് വീഡിയോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു 2 സ്വാതന്ത്ര്യദിന ക്വിസ് വീഡിയോയിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളായിരിക്കും നാളത്തെ ക്വിസ് മത്സരത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ ഈ 2 വീഡിയോ കണ്ട് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യം വീഡിയോയുടെ അവസാനമായിട്ട് നൽകിയിട്ടുണ്ട്. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂട്ടുകാർ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ആ ഒരു ഏറ്റവും വേഗത്തിൽ അറിയിച്ച കുട്ടിയുടെ പേര് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പം തന്നെ വീഡിയോ കൂട്ടുകാർ മുഴുവനായിട്ടും കാണാം. കുട്ടികൾക്ക് ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ജയിക്കുക തോൽക്കുക എന്നുള്ളതല്ല, പങ്കെടുക്കലാണ് മുഖ്യം. ആയതിനാൽ എല്ലാ കൂട്ടുകാരും ടെക്സ് ആൻഡ് ക്വിസ് സംഘടിപ്പിക്കുന്ന സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ വിജയകരമായിട്ട് പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി ടെക്സ് ആൻഡ് ക്വിസ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇന്ത്യൻ പതാകയുടെ ഇമോജി ക്ലിക്ക് ചെയ്ത് ലവ് ഇമോജി ക്ലിക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക ഐ ആം റെഡി ടെക്സ് ആൻഡ് ക്വിസ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം എപ്പോഴാണ്? ഉത്തരം 1857. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏതാണ്? ഉത്തരം 1757 പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചതും പരാജയപ്പെട്ടതും ആരെല്ലാം? ഉത്തരം ബംഗാൾ നവാബ് സിറാജുദ്ദൗളയെ ബ്രിട്ടീഷ് സേനാനിയായിരുന്ന റോബർട്ട് ക്ലൈവ് തോൽപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം എപ്പോൾ? ഉത്തരം 1885 ഡിസംബർ 28. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം എപ്പോൾ? ഉത്തരം 1600. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ്? ഉത്തരം ദാദാബായി നവറോജി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമായ വ്യക്തി ആരാണ്? ഉത്തരം കാനിങ് പ്രഭു. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വർഷം എപ്പോൾ? ഉത്തരം 1919. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര്? ഉത്തരം കഴ്സൺ പ്രഭു. ജാലിയൻവാലാബാഗിൽ വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്റെ പേര് എന്താണ്? ഉത്തരം ജനറൽ റെജിനാൾഡ് ഡയർ. 1919 ഏപ്രിൽ 13 നടന്നത്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏതാണ്? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം എപ്പോൾ? ഉത്തരം 1915 ജനുവരി 9. അന്നാണ് നാം പ്രവാസി ദിനമായി ആചരിക്കുന്നത്. അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ ആരൊക്കെ? ഉത്തരം മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് എന്തിൻ്റെ പ്രചാരണാർത്ഥം ആയിരുന്നു? ഉത്തരം ഖിലാഫത്ത് പ്രസ്ഥാനം. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഉത്തരം 1924 ബെൽഗാം സമ്മേളനം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ്?
ഉത്തരം ബാലഗംഗാധര തിലക്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ആരായിരുന്നു? ഉത്തരം ആനി ബസന്റ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. അദ്ദേഹമായിരുന്നു സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. സാരേ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുവായ CR ദാസ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം ഐക്യം, വിശ്വാസം, ത്യാഗം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകളാണിത്? ഉത്തരം ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ച സുഭാഷ് ചന്ദ്രബോസ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥ എന്താണ്? ഉത്തരം ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ കൂട്ടുകാർ, ഇതോടുകൂടി വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാർക്കുള്ള ലാസ്റ്റ് ചോദ്യം ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ അവതരിപ്പിക്കുകയാണ്. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട വർഷം, തീയതി എന്നാണ്. അപ്പോൾ അത് കൂട്ടുകാർ ഇപ്പം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും വേഗത്തിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുവരെ ഈ ഒരു ചാനൽ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന